നമ്മുടെ മുമ്പിൽ ബഹുമാന്യനായ നമ്മുടെ മിനിസ്റ്റർ വളരെ അർത്ഥദ്യോതകമായ ആശയസമ്പുഷ്ടമായ ഒരു പ്രഭാഷണം നിർവഹിച്ചു കഴിഞ്ഞു. തലമുറകളായി നിലനിന്നു പോയ നമ്മുടെ മൂല്യങ്ങൾ, നാം കണ്ണിലേക്ക് ഇഷ്ടമണി പോലെ കാത്തുസൂക്ഷിച്ച നമ്മുടെ സൗഹൃദങ്ങൾ, ഈ രാജ്യത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പുരോഗതിയുടെ പ്രേരക ചാലകശക്തിയായി നിലനിന്ന നമ്മുടെ സൗഹാർദ്ദങ്ങൾ, അതെല്ലാം അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒരു സമകാലീന രാഷ്ട്രീയ സദസ്സുകളിൽ ചില മൂല്യങ്ങൾക്ക് വേണ്ടി നിതാന്ത ജാഗ്രതയോടുകൂടി നാം നിലനിൽക്കണമെന്ന് ഒരു ഭരണാധികാരിയുടെ ആർജവമുള്ള വാക്കുകളോടെ അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഞാനും എന്റെ പ്രഭാഷണം ആ പടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ചില മൂല്യങ്ങളുടെ മേലാണ് ലോകത്തിന്റെ ആധാരശിലകൾ നിലനിൽക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പറയുന്നുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത ചില മൂല്യബോധങ്ങളുടെ, ചില നൈതികതകളുടെ, ചില നിത്യമായ സത്യങ്ങളുടെ അടിത്തറയുടെ അന്തസത്തയുടെ മുകളിലാണ് പ്രപഞ്ചലോകത്തിന്റെ നിലനിൽപ്പ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അടിത്തറയിട്ട് പറഞ്ഞൊരു വസ്തുതയാണ്. എന്നാണ് മനുഷ്യൻ അവന്റെ കൈവെള്ളയിൽ കാത്തുസൂക്ഷിക്കുന്ന മൂല്യങ്ങൾക്ക് ച്യുതി സംഭവിക്കുന്നുവോ ആ സമയത്താണ് ആ മനുഷ്യനെ മൂല്യങ്ങൾ എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, നന്മയെന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, നന്മയിലേക്ക് വഴി കാണിക്കുവാൻ പ്രബോധക വീതികളിൽ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് എന്ന് ഖുർആൻ പറഞ്ഞത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അള്ളാഹു പറയുന്നുണ്ട്, 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെ ഞാൻ ലോകത്തോട് പറഞ്ഞു വിട്ടപ്പോൾ അവരുടെ പ്രഥമ ദൗത്യമായി ഞാൻ അവരോട് നിഷ്കർഷിച്ചു കൊടുത്തത് വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കലായിരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞത് ആത്മീയ ലോകത്തേക്ക് അവരെ മാടി വിളിക്കലായിരുന്നില്ല. പിന്നെയോ അവരെ വയുസക്കീഹിം, ചില മൂല്യബോധങ്ങളുടെ ശിക്ഷണ മണ്ഡലങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനാണ് ഞാൻ പ്രവാചകന്മാരെ ആദ്യമായി പറഞ്ഞു കൊടുത്തത്. നാം കൃത്യമായി ഒരു ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ എന്റെ തനതായ ശൈലിയിലേക്ക് ഒരു പ്രസംഗത്തിലേക്ക് പോകാൻ കഴിയില്ല. ശബ്ദത്തിന്റെയും മറ്റുമൊക്കെ ക്രമീകരണങ്ങൾ അതിന് തടസ്സമാകും. മാത്രമല്ല, ഒരു വലിയ വിശാലമായ പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. വർക്കലയെ സംബന്ധിച്ചോളം ചരിത്രപരമായി ഏറ്റവും വലിയ ദൗത്യം നിർവഹിച്ച, ശിവഗിരി അടക്കമുള്ള മതസൗഹാർദ്ദ മണ്ഡലങ്ങളെ കേരളത്തിന്റെ മണ്ണിലേക്ക് തന്നെ സംഭാവന ചെയ്ത ധാരാളം വിസ്മയങ്ങളുടെ നാടാണ് ഈ വർക്കല എന്ന് പറയുന്നത്. മതസൗഹോദര്യത്തിന്റെ മകുടമായ ഉദാഹരണമായി വർക്കലയിലേക്ക് വരുമ്പോൾ ഞാൻ പണ്ടും ഇന്നും പറയാറുണ്ട്, വർക്കലയുടെ റോഡുകൾ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. എപ്പോഴും അക്കാര്യത്തിൽ ഞാൻ എപ്പോഴും ഗഹാർ സാഹിബ് MLA ആയിരിക്കുമ്പോൾ ഞാൻ പറയും, ഇത്രയേറെ സുന്ദരമായ മിനുസമുള്ള റോഡുകൾ അത് വളരെ അപൂർവമായിട്ടാണ് ചില നാടുകളിൽ. ഞാൻ കേരളം മുഴുവനും സഞ്ചരിക്കുന്ന ആളാണ്. എല്ലാ ആഴ്ചയും കേരളം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. സഞ്ചരിച്ച ദൂരം നേരെ മേപ്പോട്ട് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ ബഹിരാകാശത്തെത്തുമായിരുന്നു. അത്രയേറെ സഞ്ചരിക്കുന്ന ഒരു കേരളത്തിന്റെ മുക്കും മൂലയും കൃത്യമായി അറിയാവുന്ന ഒരാളെന്നിടത്തോളം വളരെയേറെ അത്ഭുതകരമായ വളർച്ചയും വികാസവുമാണ് വർക്കലയുടെ നാടിനും നഗരത്തിനും ഉണ്ടായിട്ടുള്ളത്. ആ വികാസങ്ങൾ നമ്മുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കണമെന്ന് അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഞാൻ ആദ്യമായി പ്രവാചകന്മാരെ പറഞ്ഞുവിട്ട പ്രഥമമായ ദൗത്യം വയുസക്കീഹിം, അവർക്ക് മൂല്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ആ മൂല്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പിന്നീട് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളെയും അവരെ പഠിപ്പിച്ചു കൊടുത്താൽ മൂല്യബോധമില്ലാത്തൊരു ഹൃദയത്തിലേക്ക് മതത്തിന്റെ പഠനങ്ങൾ കടന്നു ചെന്നാൽ ആ മതപഠനങ്ങൾ അവരുടെ ഹൃദയത്തെ വിമലീകരിക്കാൻ സാധ്യമല്ല എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത ദാർശനികമായ ഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ ജബൽ അബൂ ഖുബൈസിന്റെ മുകളിൽ വിളിച്ചു നിർത്തിയവരോട് ആദ്യം പറഞ്ഞത് അള്ളാഹു ഏകനാണെന്നല്ല. അവരോട് ചോദിച്ചത്, ഈ മലയടിവാരത്തിന്റെ പുറകുഭാഗത്തുകൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു ശത്രു വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ആ പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോ അത് ലോകത്തിലെ ഹിപ്പോക്രാറ്റിസിനെ വെല്ലുന്ന, പ്ലേറ്റോയെ വെല്ലുന്ന, സോക്രട്ടീസിനെ വെല്ലുന്ന ഒരു ദാർശനിക ചിന്തകന്റെ മനസ്സിന്റെ ചിന്താതലങ്ങളാണത്. അതേ പ്രവാചകരെ എന്ന് പറയുമ്പോൾ അതെ, ഞാൻ കള്ളം പറയില്ല, സത്യം എന്ന മൂല്യത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിതാന്ത ജാഗ്രതയോടെ നിൽക്കുന്ന ഒരു മൂല്യപരിഷ്കർത്താവാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ മൂല്യങ്ങളിൽ ഊന്നി നിന്ന് പറയുകയാണ്, ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുക, നിങ്ങൾ വിജയിക്കും. ആദ്യമായി അല്ലാഹുവിനെയല്ല പറയുന്നത്, ഞാൻ മൂല്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്തവനാണ്, ഞാൻ സത്യം പറയുന്നവനാണ്.
ഏത് പ്രതിസന്ധിയിലും സത്യത്തെ കൈവിടാത്തൊരു മൂല്യബോധത്തിന്റെ നിത്യസ്വരൂപമാണ് ഞാൻ എന്ന് ലോകത്തിന് മുമ്പിൽ മൂല്യാദർശങ്ങളെ പഠിപ്പിച്ചിട്ടാണ് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അള്ളാഹുവിനെ പറഞ്ഞു കൊടുത്തത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ വളരെ പ്രധാനപ്പെട്ട ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസ് മാത്രം പറയാനാണ് ഞാനിത് പറയുന്നത്. നാം എല്ലാം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് മൂല്യങ്ങളുടെ മുകളിലാണ്. ഈ ലോകം തകരാതെ നിൽക്കുന്നത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ കുറിച്ച് ലോകത്തോട് ആശങ്കയോടെ ബോധിപ്പിച്ചു കൊടുത്തപ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആദ്യം പറഞ്ഞത് സൂര്യൻ കിഴക്കിന് പോയി അസ്തമിക്കുമെന്നല്ല, ദജ്ജാല് വരുമെന്നല്ല, യജൂജ് മജൂജ് പൊട്ടിപ്പുറപ്പെടുമെന്നല്ല, അങ്ങയുടെ ഹിജാസിന്റെ ഭാഗത്തുനിന്ന് ഒരു കറുത്ത പുക ലോകത്ത് മുഴുവനും ആകമാനം വെട്ടിവിഴുങ്ങുമെന്നല്ല. ഈ പ്രപഞ്ചത്തിന്റെ തകർച്ചയുടെ ആസന്നമായ പതനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ആദ്യമായി ചില മൂല്യങ്ങൾ നഷ്ടപ്പെടലാണ്. ഇദത്തുഹിദൽ ഫൈഉദി വല വസകാത്തു മഗ്നമ വല്ലമാനത്തു മഗറമ വതുഇല്ലമ ലിഗൈരിദ്ദീൻ വഅതാ റജുലു ഇംറഅതഹു വഅക ഉമ്മഹു വഅദനാ സദീഖഹു വബഉദ അബാഹു വതുഇല്ലമ ലിഗൈരിദ്ദീൻ വസാദൽ കബീറത്തു അർദലുഹും എന്ന് വേണ്ട മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കരുണ നഷ്ടപ്പെട്ടു പോകുന്ന, സകാത്തിനെ കടം പോലെ പിടിച്ചു അവകാശമായി പിടിച്ചു വെക്കുന്ന, വിശ്വസ്തതയിൽ വഞ്ചന കാണിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കാത്ത, പെണ്ണിനെ അവമതിക്കുന്ന, മൂല്യശോഷണം സംഭവിച്ചു പോയൊരു സമൂഹം ലോകത്ത് വരുമ്പോഴാണ് നിങ്ങൾ ലോകാവസാനത്തെ പ്രതീക്ഷിച്ചു കൊള്ളണേ, പിന്നെ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അവന്റെ മൂല്യങ്ങൾക്ക് എപ്പോൾ നഷ്ടം വരുന്നുവോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിന് തന്നെ നിലനിൽപ്പില്ല. അന്നാണ് സൂര്യൻ തകരുന്നത്, അന്നാണ് ഇദശംസു കുവ്വിറത് വഇദൻ നുജൂമുൻ ഖദറത് വഇദൽ ജിബാലു സുയ്യിറത് വഇദൽ ഇശാറു ഉതിലത് വഇദൽ മുഹൂശു ഹുശറത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറയുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനത്തിന്റെ അടയാളം പറയുമ്പോ ഇദശംസു കുവ്വിറത്, സൂര്യനെ ചുരുട്ടപ്പെടും. എപ്പോഴാണ് സൂര്യനെ ചുരുട്ടപ്പെടുന്നത്? ഓസോൺ പാളികൾക്ക് സുഷിരം വീഴുമ്പോഴല്ല, സൂര്യന്റെ ഹൈഡ്രജവും ഹീലിയവും നഷ്ടപ്പെടുമ്പോഴല്ല, അത് ശാസ്ത്രലോകം പറഞ്ഞതുപോലെ വൈറ്റ് ഡാർക്ക് വെളുത്ത കുള്ളൻ എന്ന നക്ഷത്ര സമൂഹത്തിലേക്ക് പോകുമ്പോഴല്ല. ഏത് സമയത്താണോ നിങ്ങളിൽ പെണ്ണിനെ അവമതിക്കപ്പെടുന്നത്, ഏത് സമയത്താണോ വിശ്വസ്തത മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്നത്, ഏത് സമയത്താണോ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് പറഞ്ഞുവിടുന്നത്, ആ കാഴ്ച കാണുമ്പോൾ പ്രപഞ്ചത്തിൽ ലോകാവസാനം വരെ വെളിച്ചം പൊളിഞ്ഞു നിന്ന ഈ സൂര്യൻ അത് സ്വയം ചുരുട്ടപ്പെടാം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനുഷ്യനെന്ന് മൂല്യം നഷ്ടപ്പെടുന്നുവോ അന്ന് സൂര്യൻ പോലും അള്ളാഹു പിൻവലിക്കുമെന്നാണ്. അന്നാണ് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴാൻ തുടങ്ങുന്നത്. അല്ലാതെ ശാസ്ത്രീയമായ ഒരു കാന്തിക ശക്തിയോ ഒരു മാഗ്നറ്റ് പവറോ നഷ്ടപ്പെടുമ്പോഴല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമ്പോഴാണ്. തീർച്ചയായും നമ്മളെപ്പോൾ മോശമാകുന്നുവോ ആ സമയത്ത് സൂര്യന് ഗ്രഹണമുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ. മനുഷ്യന്മാരെ, എപ്പോൾ മാതാപിതാക്കൾ വൃദ്ധസദനത്തിൽ കുമിഞ്ഞുകൂടുന്നുവോ ആ സമയത്ത് ചിലപ്പോൾ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടി വരില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, വൃദ്ധസദനങ്ങൾ കൂടിയാൽ സൂര്യൻ എങ്ങനെയാണ് പടിഞ്ഞാറ് ഉദിക്കുക എന്ന്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നൈതികമായ മൂല്യങ്ങളുടെയും മൂല്യശോഷണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി അള്ളാഹു സൂര്യനെ ചലിപ്പിച്ചിട്ടുണ്ട്. ലോകചരിത്രത്തിൽ കിഴക്ക് നിന്നാണ് സൂര്യൻ ഉദിച്ചിട്ടുള്ളത്, പടിഞ്ഞാറെ പോയി അസ്തമിച്ചിട്ടുള്ളൂ. ഇന്നേ വരെ സൂര്യന്റെ ഭ്രമണപഥത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? വർക്കലയില് സൂര്യൻ അള്ളാഹു പടച്ച അന്ന് മുതൽ കിഴക്കിൽ നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് പോയ സൂര്യൻ അസ്തമിച്ചിട്ടുള്ളൂ. അങ്ങനെയല്ലേ? തന്നെ അങ്ങനെ. എന്നാലാ നമ്മുടെ ചിന്ത തെറ്റിദ്ധാരണയാണ്. സൂര്യന്റെ ഭ്രമണപഥത്തിന് മാറ്റമുണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. എപ്പോഴാണ് ഒരു മനുഷ്യ സമൂഹത്തിന്റെ മൂല്യം അവർ ചിന്തിച്ചു വന്ന നൈതികത അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടപ്പോ അള്ളാഹു പറയുന്നുണ്ട്, കിഴക്കിൽ നിന്ന് ഉദിച്ച സൂര്യൻ ഒരിടത്തോട്ടും പോകാതെ പടിഞ്ഞാറ് പോയി അസ്തമിക്കാതെ അള്ളാഹു പറഞ്ഞ സ്ഥലത്ത് സൂര്യന്റെ ഭ്രമണപഥത്തിന് അള്ളാഹു മാറ്റം വരുത്തിയിട്ടുണ്ടപ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അസ്ഹാബുൽ കഹ്ഫ് എന്ന് പേരുള്ള 7ഓളം വരുന്ന യുവാക്കൾ
ആ യുവാക്കൾ ഏകനായ അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചപ്പോ തങ്ങളുടെ സമൂഹത്തിൽ അടഞ്ഞുകൂടിയ മൂല്യശോഷണത്തിനെതിരെ നിതാന്ത ജാഗ്രത പുലർത്തി അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും അശ്ലീലത്തിനുമെതിരെ 7 യുവാക്കൾ നാട് വിട്ട് കാട്ടിലേക്ക് പോയപ്പോ അല്ലാഹു അവരോട് പറഞ്ഞു, അത്ര ഇല്ല, മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിന്ന നിങ്ങളെ കാട്ടിൽ സംരക്ഷിക്കൽ എന്റെ ബാധ്യതയാണ്. അന്നാണ് ലോകചരിത്രത്തിൽ ആദ്യമായി സൂര്യന്റെ ഭ്രമണപഥത്തിന് മാറ്റമുണ്ടായത്. ഉദിക്കുന്ന സമയത്ത് വലത്തോട്ട് മാറി ഉദിക്കുകയും അസ്തമിക്കുന്ന സമയത്ത് ഇടത്തോട്ട് മാറി അസ്തമിക്കുകയും പതിവിൽ നിന്ന് മാറി ഇടത്തോട്ടും വലത്തോട്ടും സൂര്യന്റെ ഭ്രമണപഥത്തെ ഞാൻ മാറ്റിക്കൊടുത്തത് അള്ളാഹുവിന് വേണ്ടി, ചില മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച ചെറുപ്പക്കാർക്ക് വേണ്ടിയാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകാവസാന നാസയുടെ ഗവേഷണത്തിന്റെ ബുദ്ധിരുദിക്കേണ്ടതല്ല എന്നാണ് സൂര്യഗോളത്തിന്റെ ഹീലിയം തീരണമെന്ന പഠനത്തിലല്ല. ലോകാവസാനം എന്ന് സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 യുവാക്കൾക്ക് വേണ്ടി സൂര്യന്റെ ഭ്രമണപഥത്തെ അല്ലാഹു മാറ്റിയിട്ടുണ്ടെങ്കിൽ യുവാക്കളെ 7 യുവാക്കളെ ധാർമ്മികതയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് അല്ലാഹു സൂര്യനെ അവർക്ക് തണലാക്കി കൊടുത്തത്. അതുകൊണ്ട് യുവാക്കളെ, നിങ്ങളെ ലഹരിയുടെയും കഞ്ചാവിന്റെയും അടിമകളായി ജീവിക്കാനുള്ളവരല്ല. ഈ യുവത്വം അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതാണ്. കവി പറഞ്ഞതുപോലെ, ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കലും മുല്ലതൻ പൂപോൽ ചിരിക്കുമീ യൗവനം. ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കലും മുല്ലതൻ പൂപോൽ ചിരിക്കുമീ യൗവനം. ചുറ്റും കരുത്തുറ്റൊരേതു വിഘ്നങ്ങളും പൊട്ടിത്തകർത്തിടാ പോരുമീ യൗവനം. ഈ മുല്ലപ്പൂ പോലെ ചിരിക്കുന്ന യൗവനമിന് തിരിച്ചു കിട്ടില്ല. ഏത് നന്മയിലൂടെ ജീവിക്കുവാനാണോ അല്ലാഹു നമ്മോട് പറഞ്ഞത്, അതേ നന്മയിലൂടെ മാനവരാശി മുമ്പോട്ട് പോകട്ടെ എന്ന് മാനവരാശിയിൽ നിന്ന് ചില മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. ആ സമയത്താണ് ലോകാവസാനം സംഭവിക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ലോകാവസാനത്തെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടക്കുന്ന ഈ സമയത്ത് ലോകത്തിന്റെ നായകരെ ഒരിക്കൽ കൂടി നാം ഓർക്കുകയാണ്. കണ്ണൂരം തലശ്ശേരി നമ്മുടെ കണ്ണിലെ കരടായി മാറുമ്പോ, കണ്ണൂരേ നിന്റെ കണ്ണുനീരൊടുങ്ങുന്നില്ല, കണ്ണൂരേ കണ്ണൂരേ നിന്റെ കണ്ണുനീരടങ്ങുന്നില്ലല്ല, കണ്ണൂരേ. ഓരോ ദിവസവും വെട്ടിമരിക്കപ്പെടുമ്പോ കൂടുന്നത് രക്തസാക്ഷികളല്ല, അംഗബലം കൂടുന്നത് വിധവകൾക്കും അനാഥകളുടെയും അംഗബലം കൂടുമ്പോ കണ്ണൂരേ നിന്റെ കണ്ണുനീരുണങ്ങുന്നില്ലല്ല, കണ്ണൂരേ എന്ന് ഒരിക്കൽ കൂടി നാം ചോദിക്കേണ്ടി വരുമ്പോ, ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡ് നോക്കുന്ന രാഘവത്വത്തോടെ വലിച്ചെറിയപ്പെടുന്ന ശിരസറ്റ കബന്ധങ്ങളെ എണ്ണി നോക്കുന്ന മലയാള ലോകത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി നാം ഓർക്കുകയാണ്, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ ലോകത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പരിമിതമായ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞുവത്രേ, മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് ആധാരശിലകളായ 4 മൂല്യങ്ങൾ ഏത് സമയത്ത് നഷ്ടപ്പെടുന്നുവോ ആ സമയത്ത് ലോകാവസാനത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മനുഷ്യ ജീവിതത്തിന്റെ പുരോഗതിയുടെ നിദാനമായ 4 മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് അർത്ഥമില്ല. പിന്നെ ലോകം അവസാനിച്ചിട്ട് മണ്ണിന്റെ കീഴോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് ലോകൈകൂരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വളരെ നീട്ടുന്നില്ല, ഒരു മണിക്കൂർ അതിന്റെ ഉള്ളിൽ ഇരുന്ന സമയം കൃത്യമായി നമുക്കൊന്ന് മുതലാവണം. 4 മൂല്യങ്ങൾ ഭൂമിയിൽ നിന്ന് എടുത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ജീവിക്കുന്നത് അർത്ഥമില്ല. ഞാനിപ്പോ സമകാലീന ലോകത്ത് നടക്കുന്ന ചില സംഭവങ്ങള്, കൊലപാതകം, അക്രമ രാഷ്ട്രീയം, ഇതിന്റെയൊക്കെ നടുവിൽ നമ്മളിതൊക്കെ കാണുമ്പോ ചില സമയത്ത് നമ്മൾ ചിന്തിച്ചു പോകും, ഇത്ര കൃത്യമായി ലോകത്തോട് പറയാൻ ഈ പ്രവാചകനല്ലാതെ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു ഹദീസ്, 4 കാര്യങ്ങൾ, 4 മൂല്യങ്ങൾ, ആ മൂല്യങ്ങളിലാണ് ലോകം നിലനിന്ന് പോകുന്നത്. ഒന്ന് കേട്ടോളി, 4 പറയുമ്പോൾ നമ്മുടെ സമയം അവസാനിപ്പിക്കും. പറയാൻ കേൾക്കൂലേ? 1
ഈ 4 പറയുമ്പോ കറക്റ്റ്. ഈ 4 മൂല്യങ്ങളില്ലെങ്കിൽ പിന്നെ ഭൂമിയില്ല. ഒന്ന്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ റുഫിഅൽ ബറകത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയാൽ, എന്നാണോ ഈ ഭൂമിയിൽ നിന്ന് ഭൂമിയുടെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുന്നത്, ഈ ഭൂമിക്കൊരു ഐശ്വര്യമുണ്ട്, ആ ഐശ്വര്യം ഭൂമിയിൽ നിന്ന് എന്നാണോ ഉയർത്തപ്പെട്ടു പോകുന്നത്, അന്ന് നിങ്ങൾ ലോകാവസാനത്തെ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇദാ റുഫിഅൽ ബറകത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയാൽ. എന്താ ഭൂമിയുടെ ബറക്കത്ത്? ഇവിടെ നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. ഇദാ റുഫിഅൽ ബറകത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ഭൂമിയുടെ ഒരു ബറക്കത്തുണ്ട്, ഈ മണ്ണിനൊരു ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയാൽ എന്താ ഈ മണ്ണിന്റെ ബറക്കത്ത്? എന്താ ഇതിന്റെ ഒരു ഐശ്വര്യം? നമ്മൾ പറയില്ല ഇതിനൊക്കെ ഒരു ഐശ്വര്യമുണ്ട്, എല്ലാത്തിനും ഒരു ഐശ്വര്യമുണ്ട്. ഈ ഭൂമിക്കൊരു ഐശ്വര്യമുണ്ട്. ആ ഭൂമിയുടെ ഐശ്വര്യം എന്താണ്? മുമ്പ് വർക്കലയിലെ ആളെ പറയും, വലയിൽ നന്നായിട്ട് മീൻ കയറിയാൽ ഇത് നല്ല ഐശ്വര്യമുള്ള മാസമാണ്. അല്ലെങ്കിൽ നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയും നല്ല ഐശ്വര്യമുള്ള മുഖം. എന്ന മുഖത്തിന്റെ അടയാളം അയാൾ വെളുത്തത് കൊണ്ടാണോ? ചില മുഖം കാണുമ്പോൾ നമ്മൾ പറയും എന്താ മുഖത്തിന്റെ ഒരു ഐശ്വര്യം? ഹൈന്ദവ സഹോദരങ്ങളാണ് പറയാം, മുഖശ്രീ കാണാൻ തന്നെ എന്താ അതിന്റെ ഒരു കല, എന്താ അതിന്റെ ഒരു ഐശ്വര്യം അല്ലേ? മുഹമ്മദ് ഉസ്താദ് നോക്ക്, എന്താ ഒരു കാണാൻ ഒരു ഐശ്വര്യം. യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മൾ അവിടെ ഇടുന്ന ഫാക്ടം ബോക്സ് 10, 12 അല്ല. നമ്മൾ വിചാരിക്കൊരു മണ്ണിന് വളക്കൂറുണ്ടെങ്കിൽ എന്ത് നട്ടാലും അതിന് മുളക്കുമെങ്കിൽ അതാണ് ഭൂമിയുടെ ഐശ്വര്യമെന്ന് നിങ്ങൾ കരുതിയാൽ തെറ്റി. ഭൂമിയുടെ ഐശ്വര്യം ഏതാണ്? ഖുർആൻ, അള്ളാഹു ആണ് പറയുന്നത്. എന്താണ് ഭൂമിയുടെ ബറക്കത്ത്? ഒരു നാടിന്റെ ബറക്കത്ത് ഏതാണ്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിക്കുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ, ഏതെങ്കിലും ഒരു ഗ്രാമനിവാസികൾ, ഏതെങ്കിലും ഒരു മണ്ണിന്റെ പ്രദേശത്ത് താമസിക്കുന്ന, ഭൂമിയുടെ പുറംതൊലിയുടെ മുകളിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രാമനിവാസികൾ, ആമനു അവർക്ക് ഈമാനുണ്ടായി, വത്തഖൗ അവർക്ക് ജീവിതത്തിൽ വിശുദ്ധിയുണ്ടായി, ആമനു അവർക്ക് ആദർശ നിഷ്ഠയുമുണ്ടായി, വത്തഖു അവർക്ക് ജീവിതത്തിൽ വിശുദ്ധിയുണ്ടായാൽ, വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, അവർക്ക് ഞാൻ ആകാശലോകത്ത് നിന്ന് അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ലോകത്തിലും മണ്ണിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം ഏതെന്ന് ചോദിച്ചാൽ അത് മണ്ണിന്റെ ബലഭൂയിഷ്ഠതയല്ല. ആ മണ്ണിന്റെ മുകളിൽ താമസിക്കുന്ന, അള്ളാഹു നൽകിയ ജീവിതം നൽകിയ മണ്ണിന്റെ മുകളിൽ താമസിക്കുമ്പോ 2 മൂല്യങ്ങൾ ജീവിതത്തിലുള്ളവരാണ് ആ മണ്ണിന്റെ ഐശ്വര്യമെന്ന്. ആമനു വത്തഖൂ, ഏത് ഗ്രാമനിവാസികൾക്ക് ഈമാനും തഖ്വയുമുണ്ടോ, ഈമാനും തഖ്വയുമുള്ളവർ ജീവിച്ചിരിക്കലാണ് ഒരു മണ്ണിന്റെ ഐശ്വര്യമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമ്മളൊക്കെ പറയില്ല കഴിഞ്ഞ കാലം പോലെയല്ല നമ്മുടെ ഈ കാലമെന്ന് നമ്മൾ പരിതപിക്കുമ്പോ കാരണമേതെന്നറിയോ? ഈമാനിന്റെയും തഖ്വയുടെയും അടയാളമുള്ള കാരണവന്മാരും പൊടിഞ്ഞു പോയ തലമുറക്കാരും അവര് നമ്മിൽ നിന്ന് മറഞ്ഞു പോയതാണ്. ഇന്ന് എവിടെയാണ് ഈമാനിന്റെയും തഖ്വയുടെയും അടയാളമുള്ളത്? ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനില്ലാത്ത, തഖ്വയില്ലാത്ത, വെറും വേഷഭൂഷാദികളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സമൂഹമല്ല. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തഖ്വയെ കയറ്റിവെച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഉമർ ഇബ്നു ഖത്താബിനെ പോലെ, സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ജീവിതത്തിലുടനീളം ജീവിതത്തിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു കത്തെഴുതിയ ഉബയ്യേ, ഈ വരുന്നത് എന്റെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറാണ്, എന്റെ മകന്
ധരിക്കാനുള്ള ഒരു കീറാത്ത വസ്ത്രം എന്റെ മകനില്ല. അതുകൊണ്ട് പെരുന്നാളിനെല്ലാവരും വസ്ത്രമെടുക്കുമ്പോ എന്റെ മകനൊടുക്കാൻ വസ്ത്രമില്ല ഉബയ്യേ. അതുകൊണ്ട് എന്റെ മകന് 4 ദിർഹം ഖജനാവിൽ നിന്ന് കൊടുക്കണം. അടുത്ത മാസം ഞാനത് തിരിച്ചു നൽകിക്കൊള്ളാം ഉബയ്യേ. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ അറേബ്യ സാമ്രാജ്യത്തിന് രാജാധികാരനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉബയ്യിനെ കത്തെഴുതുകയാണ്. മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കത്തുമായി ഉബയ്യ് ഇബ്നു കഅബിന്റെ മുമ്പിലെത്തുമ്പോ വായിച്ചുവത്രേ. ആരാണ് കത്തുമായി വന്നത്? ഖലീഫയുടെ മകനാണ്. ആരോടാണ് കത്ത് കൊടുക്കുന്നത്? ഖലീഫയുടെ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥര്, ട്രഷറിയുടെ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥന്റെ കയ്യിൽ. ആ കത്ത് വായിച്ച ഉടനെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനെ തിരിച്ച് കത്തെഴുതി. അമീറുൽ മുഅ്മിനീൻ, നിർവാഹമില്ല, മകന് 4 ദിർഹം കൊടുക്കാൻ നിർവാഹമില്ല. എന്തെന്നറിയുമോ? നിങ്ങൾ അതിലെഴുതിയത് അടുത്ത മാസം തിരിച്ചു തരാമെന്നാണ്. ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു തആല അൻഹു അടുത്ത മാസം ഈ കടം വീട്ടാമെന്ന് നിങ്ങൾ എഴുതി തന്നാൽ അടുത്ത മാസം വരെ നിങ്ങൾക്ക് ആയുസ്സുണ്ടെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പുള്ളത്? അടുത്ത മാസം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത്? അതുകൊണ്ട് ഉമറേ, ഉറപ്പില്ലാത്ത ഒരു കടം കൊടുക്കാൻ ഉബയ്യിന് നിവർത്തിയില്ല. ഇതല്ല ഉബയ്യ് ഇബ്നെ ഏൽപ്പിച്ച ചുമതലയാണെന്ന് കത്തെഴുതി കൊടുത്ത മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഹൃദയത്തിന്റെ ഉള്ളിലേത് അധികാരത്തിന്റെ മുകളിലിരിക്കുമ്പോഴും ഹൃദയത്തിന്റെ ഉള്ളിൽ പടച്ചവനെ പേടിയുള്ള, ജീവിതത്തിൽ വിശുദ്ധിയുള്ള അല്ലാഹുവിന്റെ അടിമകളേത് സമയത്തേത് ഭൂമിയിൽ ജീവിച്ചിരുന്നോ അതാണ് ഭൂമിയുടെ ഏറ്റവും വലിയ ഐശ്വര്യമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈമാനും തഖ്വയുമുള്ള മനുഷ്യർ മുഴുവനും, ഈമാനും തഖ്വയുമുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് അസ്തമിച്ചു പോകുമ്പോ ഇദാ റുഫിഅൽ ബറകത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ഐശ്വര്യം എടുത്തു കളഞ്ഞാൽ ഫന്തളിരിസ്സാ, നിങ്ങൾ ലോകാവസാനത്തെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നല്ല മനുഷ്യരാണ് ഭൂമിയുടെ ഐശ്വര്യം. ആ നല്ല മനുഷ്യരെന്നില്ലാതാകുന്നുവോ? നമ്മളൊക്കെ വിചാരിക്കും, എന്തിനാണ് ഇവരിപ്പോ ആദരിക്കണം? 40 വർഷം ഇമാമത്ത് നിന്ന് അത് അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തിട്ടല്ലേ എന്ന് കരുതുന്ന ആളുകളാണ് നമ്മൾ. അല്ല, ഒരു ഭൂമിയിൽ ബറക്കത്തുള്ള ഒരു ഭൂമി, ഒരു സമൂഹം എന്ന് പറയുന്നത് ആ ഭൂമിയുടെ ഐശ്വര്യമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. നല്ല മനുഷ്യർ പള്ളിയുടെ സൈഡിൽ കിടന്നാലും നിങ്ങളെന്ത് മനുഷ്യന്മാരാ? നല്ല ആളുകൾ, നല്ല ആളുകൾ, മുൻകടിഞ്ഞു പോയ ആളുകൾ, അവര് പള്ളിയുടെ അടുത്തുള്ള ഖബർസ്ഥാനിൽ കിടന്നാലും ആ പള്ളി ഐശ്വര്യമുള്ളതാണ്. അതാണ് ഭൂമിയുടെ ഐശ്വര്യം. അല്ല, നിങ്ങൾ കരുതിയ $1 ഉച്ചിട്ടം കുറച്ച് ഭൂമിയിലേക്ക് വന്നപ്പോ കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് സൗധങ്ങളും നമ്മൾ വെട്ടിവെച്ച നമ്മുടെ ഉടയാടകളുമാണ് ഭൂമിയുടെ ഐശ്വര്യമെന്ന് നിങ്ങൾ കരുതിയാൽ അത് ഐശ്വര്യമല്ല. ഐശ്വര്യം നമുക്കൊന്നും നൽകിയിട്ടുമില്ല. വെളുപ്പിരാട്ടത്തിൽ നമുക്ക് കിട്ടിയ ഡോളറിന്റെയും ദീനാറിന്റെയും വരുമാനമാണ് ഇന്ന് നമ്മുടെ ഐശ്വര്യമെന്ന് നമ്മൾ കരുതിയാൽ അതുകൊണ്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ മുൻകഴിഞ്ഞു പോയ കാരണവന്മാർ അന്ത്യവിശ്രമം കൊള്ളൊരു പള്ളിക്കാട്ടിലാണ് അതിനേക്കാൾ ഐശ്വര്യമുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈമാനും തഖ്വയുമുള്ള കാരണവന്മാര് പോയില്ലേ? പണ്ടൊക്കെ 10 മണിയാകുമ്പോ വർക്കല ടൗൺ പള്ളിയിൽ പോയി നോക്കിയാൽ വെള്ള വസ്ത്രം ധരിച്ച, വെള്ള മുണ്ടെടുത്ത, നല്ല തൊപ്പി വെച്ച, അല്ലെങ്കിൽ ഇതുപോലെ തൊപ്പിയും ഷാളും വെച്ച് നരച്ച താടിയുള്ള ഒരു 4 സഫ് ആളുകളെയെങ്കിലും നമ്മുടെ ജുമുഅത്ത് പള്ളിയിൽ കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഭൂമിയുടെ ഐശ്വര്യം പോയി. അവരായിരുന്നു ഒരു നാടിന്റെ ഐശ്വര്യം. നല്ല താടിയും തലപ്പാവും വെച്ച് 10 മണിയായപ്പോ പള്ളിയിൽ വന്ന് സൂറത്തുൽ കഹ്ഫ് ഓതി ഒരു തലമുറയായിരുന്നു ഐശ്വര്യം. അല്ലാതെ ഇന്നത്തെ തലമുറയല്ല. ഇന്ന് 10 മണിക്ക് പോയാൽ ഏത് ജുമുഅത്ത് പള്ളിയിലെ ഒരാളെ കാണുക, തൊപ്പി വെച്ച ഒരാളെ. ഇനി അങ്ങനെ നമ്മൾ ജുമുഅത്ത് പള്ളിയിൽ പോയപ്പോ 10 മണിക്ക് ഒരാളെ കണ്ടാൽ അപ്പൊ നിങ്ങൾ ഉറപ്പിച്ചോണം അയാൾ ആ വെള്ളിയാഴ്ച പിരിവിന് വന്ന ആളാണെന്ന്. വേറെ ആരെങ്കിലും ഖത്തീബിനെ കണ്ട് ബുക്ക് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം തന്നെ ബുക്ക് ചെയ്യാൻ വന്നൊരു പിരിവുകാരനാണ്. കാരണം പിരിവുകാർക്ക് കൃത്യമായി താടിയും തലപ്പാവ് ഉണ്ടാവും, അല്ലെങ്കിൽ തൊപ്പി ഉണ്ടാവും. കാരണം മറ്റൊരാളെ വിശ്വസിപ്പിക്കാൻ ചില അടയാളങ്ങളുണ്ട്, സിംബോളിക്കാണത്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ.
ഇതാണ് ഏറ്റവും വലിയ തലമുറ. ഇതാ റുഫിഅ ബറക്കത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയാൽ അങ്ങനെ സൂറത്തുൽ കഹ്ഫ് സലാത്ത് മോദിയിട്ട് ജുമാ നമസ്കരിച്ച ആ കാരണവന്മാര് നമ്മുടെ പള്ളിയുടെ പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുവെങ്കിൽ അവർ ആ ഭൂമി, ഞാൻ വെറുതെ പറഞ്ഞാൽ ആ ഭൂമി ഐശ്വര്യമുള്ള ഭൂമിയാണ്. കാരണം ആ പള്ളിപ്പറമ്പ് ഐശ്വര്യമുള്ളതാ. ഇത് അഹ്മദ് കബീർ പറഞ്ഞതല്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. അല്ലാഹു പറയുകയാണ്, മസ്ജിദുൽ അഖ്സ അറിയുമോ? ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് നിങ്ങൾക്ക് തിരിച്ചറിയുമോ? ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രത്യേകത എന്താ? അല്ലാഹു പറയുന്ന ബാറക്കിനാ ഹൗലാ, ആ പള്ളിക്ക് ചുറ്റും ബറക്കത്ത് വാരി വിതറപ്പെട്ട പള്ളിയാ. അല്ലാഹു നമുക്കത് കാണാനും സിയാറത്ത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആനിലെ ചുറ്റുഭാഗത്ത് ബറക്കത്ത് കൊണ്ട് നിറക്കപ്പെട്ട പള്ളി എന്ന് പറഞ്ഞ ബൈത്തുൽ മുഖദ്ദസിന്റെ ബറക്കത്തേതാ? ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്താണ് മഹാനായ യഅ്കൂബ് നബിയുടെ മഖ്ബറയുള്ളത്. അതിന്റെ ചുറ്റുഭാഗത്താണ് മഹാനായ ഇസ്ഹാഖ് നബിയുടെ ഖബറുള്ളത്. അവിടെയാണ് ഇസ്ഹാഖ് നബിയുടെ മകനായ ഇസ്ഹാഖ് നബിയുടെ ഭാര്യ റഫീഖയുള്ളത്. അതിന്റെ തൊട്ടു താഴെയാണ് മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ളത്. അതിന്റെ തൊട്ടടുത്താണ് ഉലുൽ അസ്മിൽപ്പെട്ട അഞ്ചാമത്തെ പ്രവാചകൻ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറുള്ളത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാ, നമ്മുടെ ജീവിതത്തിന്റെ വരുമാനത്തിൽ നിന്ന് അല്പഭാഗമൊക്കെ ഒന്ന് മിച്ചപ്പെടുത്തിയിട്ട് നിങ്ങളൊന്ന് ബൈത്തുൽ മുഖദ്ദസ് കാണണേ. മക്ക ഹറം മാത്രമല്ല, മദീന മാത്രമല്ല, ബൈത്തുൽ മുഖദ്ദസ് കാണണം. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് പോയി നിൽക്കുമ്പോ ഇതേപോലെ ഹൃദയം കുളിരണിയുന്നൊരു കാഴ്ചയില്ല. ഒരു ഭാഗത്ത് യഅ്കൂബ് നബി കിടക്കുന്നു, മറുഭാഗത്ത് ഇസ്ഹാഖ് നബി കിടക്കുന്നു, മറുഭാഗത്ത് ഇസ്മായിൽ നബി കിടക്കുന്നു. ഇടതുഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോ പച്ചക്കുപ്പയുടെ താഴെ എഴുതി വെച്ചിരിക്കുന്നു വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. അതിന്റെ തൊട്ടു താഴെ മഹാനായ കലീമുല്ലാഹി മൂസാ നബിയുടെ ഖബറാണുള്ളത്. ആ ഖബറുകൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുമ്പോ നാടിനു വേണ്ടി ലോകത്തിനു വേണ്ടി ജീവിച്ച അള്ളാഹുവിനോട് ഈമാനിനും തഖ്വയും വേണ്ടി നിരന്തരമായ പോരാട്ടം നടത്തിയ ആ പ്രവാചകന്മാരെ കിടന്നുറങ്ങുന്ന പള്ളിയെ കുറിച്ച് അള്ളാഹു പറയുന്നത് ഇല്ലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. ചുറ്റുഭാഗത്തും അനുഗ്രഹം നിറക്കപ്പെട്ട ഈ ബൈത്തുൽ മുഖദ്ദസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് കൂടുതൽ ഞാൻ നീട്ടി പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഈ ഭൂമിയുടെ ഐശ്വര്യം എന്ന് പറയുന്നത് ഈമാനും തഖ്വയുമാണ്. ആ ഈമാനും തഖ്വയും നഷ്ടപ്പെട്ടു പോയാൽ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെ ആധുനിക ലോകത്തിന്റെ മേൽവിലാസങ്ങൾ എടുത്തണിഞ്ഞ ഒരു സമൂഹമെങ്ങാനും നിന്നുപോയാൽ അത് ഈ ഭൂമിയുടെ ഐശ്വര്യത്തെ ഉയർത്തലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഐശ്വര്യത്തിന്റെ അടയാളങ്ങൾ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ആ ഐശ്വര്യത്തിന്റെ അടയാളങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കെ ആമീൻ പറയും. അതങ്ങ് പോകാൻ ധൃതിയുണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിത് പറയുന്നത് എന്തിനെന്നറിയോ? നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും ഐശ്വര്യം മാറ്റപ്പെട്ടു. വർക്കല പ്രത്യേകിച്ചൊരു ഗൾഫ് പ്രദേശമാണ് അല്ലേ? ഗൾഫുകാർ കൂടുതലുള്ളത് ധാരാളം ഗൾഫുകാര്. ഗൾഫ് കൊണ്ട് രണ്ട് ഉപയോഗം നമുക്കുണ്ടായിട്ടുണ്ട്. ഒരു ഉപയോഗവുമുണ്ട് ഗൾഫ് കൊണ്ട്, ഒരു ഉപദ്രവമുണ്ട്. ഗൾഫ് കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മുടെ നാടിന് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായി. നമ്മുടെ പള്ളികൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഉണ്ടായി. നമ്മുടെ കുട്ടികൾക്ക് അതുകൊണ്ട് വിദ്യാഭ്യാസം ഉണ്ടായി. ഗൾഫ് പണം കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കളെ നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ നിലനിർത്തി തരട്ടെ. ആമീൻ പറ. അല്ലാഹു നിലനിർത്തി തരട്ടെ.
ഗൾഫിലെ ജീവിതം കൊണ്ട് നമുക്കുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം ഒരു യൂറോപ്യൻ ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ഒന്ന്, ഇശാ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ കിടന്നുറങ്ങേണ്ട സമയത്ത് ഭാര്യയും മക്കളും കൂടി, ഇന്ന് മിക്കവാറും പണ്ടൊക്കെ കട അടക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലെ പല കടകളും തുറക്കുക. ഇശ കഴിഞ്ഞിട്ട് ഭാര്യയും മക്കളുമായി 12 മണി വരെ തുറന്നിരിക്കുന്ന ഫാസ്റ്റ് ഫുഡിൽ പോയി കോഴിയുടെ പല വിഭവങ്ങൾ, ചിക്കൻ അൽഫാം, എല്ലാ അറബി പേരാണ്, ചിക്കൻ അൽഫാം, ചിക്കൻ ഷവായ്, ചിക്കൻ മധുബൂത്ത, ചിക്കൻ മധുഫൂന, ചിക്കൻ മഖബൂസ, ചിക്കൻ മുഖാലഫത്തുൽ ഹവാദിസി, ചിക്കൻ ഖിയാമും ബിന്നർസ്, ഇങ്ങനെയുള്ള ഈ കോഴിയെ തിന്നിട്ട് 1 മണിക്ക് തിരിച്ച് വീട്ടിൽ കയറുകയും സുബഹി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ മാറി എന്നത് പുതിയ ആധുനിക തലമുറയുടെ ഒരു പുതിയ ഒരു ജീവിത ശൈലിയാണ്. ഇന്ന് നമ്മുടെ നാടിനെ അത് വല്ലാതെ കടന്നു പിടിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഉണ്ടോ? എന്തുകൊണ്ട്? സുബഹി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുടുംബം ഒന്നടങ്കം രാത്രിയിലാണ് അവർ തിരിച്ചു കയറുക. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സമുരി, രാക്കഥ പറഞ്ഞിരിക്കുന്നതിനെ അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചിരുന്നു. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹുൽ കലാമ ബഅദൽ ഇശാ, ഇശാ നിസ്കാരം കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞ ആളുകൾ ഇരിക്കുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. ഇശാ കഴിഞ്ഞ സഹാബാക്കളോട് ഇനി പള്ളിയിൽ ഇരിക്കണ്ട, നേരെ വീട്ടിൽ പോ. ഒന്ന്, അത് ഭാര്യക്കുള്ള സമയമാണ്. ഒന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം, ഇങ്ങോട്ടും നോക്ക്. ഭാര്യക്കുള്ള സമയമെന്ന് പറഞ്ഞപ്പോഴാണ് മൂപ്പിലാൻ കണ്ടത്. ഓ, ആയിരുന്നല്ലേ. പോകാം. അതാ ഞാൻ 9:30 നിർത്തണം എന്ന് പറഞ്ഞു. 9:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ, 9 മണിക്ക് മുമ്പില്ല. കാരണമെന്റെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ സംഭവം ഏതെന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ വിശാലമായ ചരിത്രത്തിൽ കാണാം, ഫലസിക ജിൽദുഹു അലാ ജിൽദി, ഞാനും എന്റെ ഹബീബായ നബി തങ്ങളും കൂടി ഞങ്ങളുടെ ശയ്യയിൽ കിടക്കുമ്പോ എന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ശരീരം പരസ്പരം ചേർന്നിരിക്കുകയാണ്. പാതിരാ സമയത്ത് ഉറക്കത്തിൽ കിടക്കുമ്പോ ഹബീബായ നബി തങ്ങൾ ചാടിയെഴുന്നേറ്റുമത്രേ. എന്തോ കണ്ടുപേടിച്ചതുപോലെ പാതിരാ സമയത്ത് ഉറക്കത്തിൽ നിന്ന് ചാടിയെഴുന്നേറ്റെന്നോട് ചോദിച്ചു, ആയിഷ, ഞാൻ മസ്ജിദുൻ നബവിയിലേക്ക് നമസ്കാരത്തിന് പോയിക്കൊള്ളട്ടെയോ ആയിഷ? ഞാൻ ആ ചരിത്രം മുഴുമിപ്പിക്കുന്നില്ല. പാതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോ തന്റെ ഭാര്യയോട് അനുവാദം ചോദിച്ച മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞതെന്ന് ആ സമയത്ത് ഭാര്യയുടെ ഹക്കാണത്. അവളോട് പോകുമ്പോൾ നിങ്ങൾ അനുവാദം ചോദിക്കണേ. ഭാര്യയുടെ അടുക്കൽ ഒരു ഗൃഹനാഥൻ ചെല്ലേണ്ട സമയമാണ് രാത്രി സമയം. ആ രാത്രി സമയത്ത് വാട്സപ്പും ഫേസ്ബുക്കുകളുമായി അങ്ങാടിക്കവലകളിൽ ചുറ്റിത്തിരിയുന്നൊരു സമ്പ്രദായം എവിടെ നിന്ന് കിട്ടിയതാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരൊറ്റ ജീവിത ശൈലി കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ നാടിന്റെയും നമ്മുടെ വീടിന്റെയും ബറക്കത്താണ് നഷ്ടപ്പെട്ടു പോയത്. വീടിന്റെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയാൽ സുബഹിയുടെ ബാങ്ക്, മഗ്രിബിന്റെ ബാങ്ക് പള്ളിയിൽ കേൾക്കുമ്പോ, ആ സമയത്ത് പള്ളിയുടെ ബാങ്ക്, മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിലെത്തി തന്റെ മക്കളെ കൊണ്ട് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യിപ്പിക്കുന്ന, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യിപ്പിക്കുന്ന, അവരുടെ ചാരത്തിരുത്തി സ്വലാത്ത് ചൊല്ലിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു ആ നാടിന്റെ അനുഗ്രഹമെങ്കിൽ ഇദാ റുഫിഅൽ ബറക്കത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ഐശ്വര്യം എടുത്തു മാറ്റപ്പെടുക. മഗ്രിബ് കഴിഞ്ഞിട്ട് മക്കളെ കൊണ്ട് സൂറത്തുൽ വാഖിയ ഓതിപ്പിക്കുക, അതായിരുന്നു ഒരു നാടിന്റെ ഐശ്വര്യം. ആ ഐശ്വര്യം ഈ പണത്തിന്റെ കൊടുപ്പിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അപ്പോഴാണ്, ഇല്ലെങ്കിൽ ലോകാവസാനത്തിന്റെ അടയാളമാണ് ഇത്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അടുത്ത സമയത്ത് ഒരു വീട്ടിൽ പോയ സമയത്ത് നിസ്കരിക്കാൻ സമയമായി. അപ്പോ പെണ്ണുങ്ങളോട് പറഞ്ഞു, നിസ്കരിക്കാൻ സമയമായി. കൂടെ പോയ പെണ്ണുങ്ങളുമാണ്, മുസല്ലി ഇടണം. ആ വീട്ടിൽ ഒറ്റണത്തിന് കിബില അതെന്ന് അറിഞ്ഞോളൂ. ഇത് വെറുതെ പറയണല്ല. അവിടെ മോളോട് വെച്ചു, മോളെ കിബില എങ്ങോട്ടാണ്? ഉമ്മ കിബില എവിടെ? അപ്പൊ ഉമ്മ അപ്പുറത്ത് നിന്നോട്ട് വല്ലുമാട്, ചൊല്ലുമ്മ കിബില എവിടെ?
ആർക്കും കിബില, ഇത് ഞാനൊരു അതിശയോക്തി പറയുന്നതല്ല. ഈ ആധുനിക ലോകത്ത് കണ്ട ഒരു കുടുംബത്തെ, എന്നാൽ വേറെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളുള്ള കുടുംബമല്ല, അവിടെയുള്ള ആളുകൾക്ക് കിബില ഏതെന്ന് തിരിച്ചറിയില്ല. എന്ന് പറഞ്ഞാൽ തള്ളിയിട്ടാൽ പോലും പടിഞ്ഞാറോട്ട് വീഴൂല. എന്നാൽ ജീവിത സാഹചര്യങ്ങൾ അവരെ വളരെ മെച്ചപ്പെട്ടതാണ്, ജീവിത സൗകര്യങ്ങൾ വളരെ മെച്ചപ്പെട്ടതാണ്. ഇതെല്ലാം ഉള്ളതോടുകൂടി ഒരുമാതിരി സ്റ്റഫ് ചെയ്ത ഒരു യബാം ചെയ്ത മൃതദേഹം പോലെ, എന്നാൽ കേടാകത്തുമില്ല, ഉള്ളിലൊട്ടൊന്നുമില്ല, ജീവനുമില്ല, അമ്മാതിരി ഒരു കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്ത ഒരു മൃതദേഹം പോലെ നാം ആയി മാറി എന്നത് ആധുനിക ലോകത്തിന്റെ ത്വരിതഗതികളിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സമ്മാനിച്ച ചില മൃതദേഹങ്ങളാണ്. അതിൽ നിന്ന് മാറി ഭൂമിയുടെ ഐശ്വര്യത്തെ നിലനിർത്താൻ അതവന്റെ ഈമാനും തഖ്വയുമാണ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും. ബാക്കി 3 കാര്യം, അതിൽ ഏറ്റവും അവസാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതിപ്പോ നമുക്ക് പറയൽ വളരെ അത്യന്താപേക്ഷിതവുമാണ്. 2 ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ റുഫിഅർ റഹ്മത്തു ഫീ ഖുലൂബിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തെ എടുത്തു മാറ്റേണ്ടി വന്നാൽ, ഏത് സമയത്താണോ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം ഊരി മാറ്റപ്പെടുക, ഞാൻ ഒരിക്കൽ കൂടി ഒത്തുപോയി കണ്ണൂരിന്റെ തലശ്ശേരിയുടെ വാർത്തകൾ കാണുമ്പോ, അള്ളാഹുവിന്റെ റസൂലേ അങ്ങേ 1000 സലാം നബിയേ, എത്ര കൃത്യമായിട്ടാണെന്ന് പറഞ്ഞത്. മനുഷ്യൻ ഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തെ ഊരി മാറ്റപ്പെടുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുത്തിട്ട് വൈകുന്നേരം കിട്ടുന്ന ചില്ലറ നാണയത്തൊട്ടുകൊണ്ട് ഭാര്യക്കും മക്കൾക്കും ഭക്ഷണവും വാങ്ങി അന്തിക്ക് കാത്തിരുന്ന അമ്മയുടെ മുമ്പിലേക്ക് ഓടിപ്പോകുന്ന മരുമകനെ, അവനെ വിശ്വസിച്ചു പോയ രാഷ്ട്രീയ പാർട്ടിയുടെ അക്ഷരമാലകൾ മാറിപ്പോയാൽ, അവൻ പിടിച്ചുപോയ കൊടിയുടെ നിറം മാറിപ്പോയാൽ, ശിരസറ്റ കബന്ധങ്ങൾ പോലെ കീറി വലിച്ചിരുന്ന ലോകത്തോട് പോകുമ്പോ ഒരാളുടെ മനസ്സിൽ പോലും കരുണയില്ല. ഇവനൊരമ്മയുടെ മകനാണെന്ന് കരുതാൻ, ഇവനൊരു പെങ്ങളുണ്ടെന്ന് കരുതാൻ, ഇവനെ കാത്തിരിക്കുന്നൊരു ഭാര്യയുണ്ടെന്ന് കരുതാൻ, മലന്ന് കിടന്നയ്യോ എന്ന് നിലവിളിക്കുമ്പോ അവന്റെ അണ്ണാക്കിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തിയിറക്കവേ, അവന് മുത്തം കൊടുക്കാൻ കാത്തിരിക്കുന്ന മക്കള് ജനാലപ്പടിയിൽ അച്ഛന്റെ വരവും കാത്തിരിക്കുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിക്കാൻ കഴിയാത്ത മാനവാ, ഇദാ റുഫിഅ റഹ്മത്തു ഫീ ഖുലൂബിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കരുണയെടുത്തു മാറ്റപ്പെട്ടാൽ, പരസ്പരം കൊലവിളിക്കുന്ന മനുഷ്യന്റെ പച്ചമാംസത്തിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തിയിറക്കിയിട്ട് അത് രാഷ്ട്രീയത്തിന്റെ നിറം പറയുന്ന കിരാത ലോകത്തിലേക്ക് കടന്നു പോകുമ്പോ, അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ലോകാവസാനം സംഭവിക്കുമ്പോ കൊലപാതകങ്ങൾ വർദ്ധിക്കുമത്രേ. കൊല്ലുന്നവനറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊന്നതെന്ന്, കൊല്ലപ്പെടുന്നവനറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് കൊല്ലപ്പെട്ടതെന്ന്. അതുകൊണ്ട് ലോകത്തോട് നമ്മൾ പറയണം, ഈ അക്ഷരകേരളത്തിന് 1000 ഒരുവന്റെ ശബ്ദമായി, പാടില്ല, കൊല്ലപ്പെടാൻ പാടില്ല. അതാരുമാകട്ടെ, അത് CPM ആകട്ടെ, CPI ആകട്ടെ, അത് കോൺഗ്രസ് ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, അത് BJP ആകട്ടെ, ഇല്ല, മനുഷ്യനെ വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ച മനുഷ്യനെ നിങ്ങൾ കൊല്ലരുത്. അതുകൊണ്ട് കൊല്ലപ്പെടാൻ പാടില്ല. അരിയൽ ശുക്കൂർ കൊല്ലപ്പെടാൻ പാടില്ല, ബിനീഷ് കൊല്ലപ്പെടാൻ പാടില്ല. കൊച്ചുകുട്ടികളുടെ മുമ്പിൽ മൃഗീയമായി കൊല ചെയ്യപ്പെട്ട ജയകൃഷ്ണൻ മാസ്റ്ററും കൊല്ലപ്പെടാൻ പാടില്ലായിരുന്നു. കൊല്ലപ്പെടുന്നവന്റെ മതം നോക്കിയല്ല, കൊല്ലപ്പെടുന്നവന്റെ ജാതി നോക്കിയിട്ടല്ല. ലോകത്തോട് നമ്മൾ പറയുന്ന മനുഷ്യക്കുരുതിയുടെ രക്തത്തിന് മുകളിൽ നിങ്ങൾ അധികാരത്തിന്റെ സിംഹാസനം പണിയരുത്. വിധവയാക്കപ്പെടുന്ന പെണ്ണിന്റെ, അനാഥരാക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ കൺമുമ്പിലൂടെ നടന്നു പോകുന്നവനെ വെട്ടിക്കൊലപ്പെടുത്തി കുടൽമാല എടുത്തിട്ട് കരുത്തിലിടുമ്പോ ആ നാടനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയെ, ആ നാടനുഭവിക്കുന്ന ഭീതിജനകമായ ചിന്തകളെ, ആ നാടിനെ മുരടിച്ചു പോയ പുരോഗതികളെ എല്ലാം വിലയിരുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ റുഫിഅർ റഹ്മത്തു ഫീ ഖുലൂബിന്നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കരുണ നാട്ടപ്പെട്ടു പോയാൽ,
ആരോടും കരുണയില്ല, അള്ളാഹുവിനോടില്ല, നൊന്തു പ്രസവിച്ച മാതാപിതാക്കളോടില്ല. ഇന്നലെ കൊല്ലം ജില്ലയിൽ മിനിങ്ങാന്നൊരു പത്രവാർത്തയുണ്ടായിരുന്നു അത്രേ. 8 മക്കളെപ്പെട്ട 85 വയസ്സുകാരി അമ്മയെ 8 മക്കളും കൂടി നടുറോട്ടിലിറക്കി വിട്ടുവത്രേ. പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ ഹാജരാക്കി 8 മക്കളെ. ലോക്കപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന മക്കളോട് 85 വയസ്സുള്ള തളർന്നു കിടക്കുന്ന ഉമ്മയെ കുറിച്ച് SI ക്ലാസ് എടുത്തു കൊടുത്തുവത്രേ. ആരാണ്? മൂത്ത മോൻ റിട്ടയിലെ തഹസീൽദാറാണ്, രണ്ടാമത്തെ മകൻ കൃഷി വകുപ്പിന്റെ ഓഫീസറാണ്. 85 വയസ്സുള്ള അമ്മയോടുള്ള കടപ്പാട് പോലീസ് സ്റ്റേഷനിൽ കളസെടുത്തു കൊടുക്കേണ്ട രീതിയിൽ മക്കളുടെ ഹൃദയത്തിൽ പോലും കരുണ നഷ്ടപ്പെട്ടു പോകുമ്പോ, കരുണയില്ലാത്തൊരു ലോകത്താണ് നിങ്ങൾ ജീവിക്കേണ്ടി വരുന്നതെങ്കിൽ നിങ്ങൾ ലോകാവസാനത്തെ പ്രതീക്ഷിച്ചു കൊള്ളണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയോട് കരുണയില്ല, ഭർത്താവിനോട് കരുണയില്ല. ഉമ്മ മകനെയും കൊണ്ട് ചികിത്സിച്ചു പോയ ഉമ്മ, ഗൾഫുകാരന്റെ ഭാര്യ ഇന്നലെ കണ്ടവന്റെ കൂടെ ഓടിപ്പോയത്രേ. 1.5 വയസ്സുള്ള പൊന്നുമോൻ ആശുപത്രി വരാന്തയിൽ ഉമ്മ എന്ന് വിളിച്ച് നടന്നുവത്രേ. ഒക്കത്തിരുന്ന 1.5 വയസ്സുള്ള മോനെ ആശുപത്രി വരാന്തയിൽ നിർത്തിയിട്ട് ഇന്നലെ കണ്ട കാമുകന്റെ കൂടെ പോകാൻ ഗൾഫിൽ കിടന്ന് തനിക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ഭർത്താവിനോടുള്ള കരുണ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുന്ന കാസർഗോഡ് പെണ്ണിന്റെ കഥ കേൾക്കുമ്പോ ആർക്കാണ് സഹോദരങ്ങളെ ഹൃദയത്തിൽ കരുണയുള്ളത്? ഭർത്താവിനോടില്ല, ഭാര്യയോടില്ല, ഉമ്മയോടില്ല, ഉപ്പയോടില്ല. അതില്ലാത്തവന് പിന്നെ എങ്ങനെയാണ് ലോകത്തോടുണ്ടാവുക? 85 വയസ്സുള്ള ഉമ്മ പൊട്ടിക്കരഞ്ഞിട്ട് പത്രഞ്ഞു പത്രേ. 8 മക്കളെയും അറസ്റ്റ് ചെയ്യുമെന്ന് SI ഭീഷണിപ്പെടുത്തിയപ്പോ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പത്ര, ഇല്ല ഇല്ല, എന്നെ മക്കൾ ഇതേവരെ എന്നെ ആരും നോക്കാതിരുന്നിട്ടില്ല. അതാണ് ഉമ്മയുടെ മനസ്സ്. ഹൃദയത്തിൽ കരുണയില്ല, മാതാപിതാക്കളോടില്ല, മക്കളോടില്ല. ഉണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്? ഉണ്ടോ? എന്നാ നിങ്ങളുടെ ഹൃദയത്തിലെ കരുണയുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കാൻ നോക്കട്ടെ. ഹൃദയത്തിലെ കരുണയുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. പടച്ചോനെ പൊക്കണില്ലേ? ഈ പൊക്കാത്ത നിങ്ങളുടെ ഈ കരുണയില്ലാത്തവരും ഞാൻ അങ്ങനെ പ്രസംഗിക്കും. താത്തയുടെ എന്നിട്ട് ഇപ്പൊ ഞാൻ പൊക്കിയവരെ കൂടെ ഒന്നുകൂടി പൊക്കാൻ പറയാണ്. നിങ്ങളെല്ലാവരും ഹൃദയത്തിലെ കരുണയുള്ളവരാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ട്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ചെറുപ്പകാലത്ത് എന്നോട് കരുണ കാണിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഇന്ന് ദുആ ചെയ്തവരൊക്കെ ഒന്ന് കൈപൊക്കി. കുഴഞ്ഞു. നേരത്തെ പൊക്കിയിൽ പകുതി. അപ്പൊ ഏറ്റവും പ്രാഥമികമായി കരുണ കാണിക്കേണ്ടവരോട് പോലും ആത്മാർത്ഥമായി നമുക്കത് കഴിയുന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഈ ലോകത്തിന്റെ അടിസ്ഥാനം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂല്യങ്ങൾ, കരുണ എന്ന മൂല്യം, ഈ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഈ ലോകത്ത് ജീവിക്കുന്നത് എന്തിനാണ്? 3. നാലാമത്തെ വളരെ പ്രധാനപ്പെട്ടാണ്. 3. മൂന്നാമത്തേത് ഇദാ റുഫിഅൽ അദ്ലു മിനൽ ഹുക്കാം, ഇദാ റുഫിഅൽ അദ്ലു മിനൽ ഹുക്കാമി. ഭരണാധികാരികളുടെ ഹൃദയത്തിൽ നിന്ന് നീതി നഷ്ടപ്പെട്ടു പോയാൽ, ഭരണാധികാരികൾക്ക് നീതിയില്ല, നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നാണ് അസ്വസ്ഥതയുടെ ചിന്തകൾ ഉണ്ടാവുക. എന്ന് നീതി നിഷേധിക്കപ്പെടുന്നു ഭരണാധികാരികളുടെ ഹൃദയത്തിൽ നിന്ന് നീതി നഷ്ടപ്പെട്ടു പോവുക. അവര് നീതിയുള്ളവരല്ല. യഥാർത്ഥത്തിൽ മതമേത എന്ന് ചോദിച്ചാൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. മതം എന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങളാണ്. മതം എന്താണ്? ഇസ്ലാം എന്ന് ചോദിച്ചാൽ എല്ലാ ജുമയുടെയും അവസാനവും ഖത്തീബ് ഓതാറുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. എല്ലാവരോടും നീതി കാണിക്കണമെന്ന്, എല്ലാവരോടും കരുണ കാണിക്കണമെന്ന് അല്ലാഹു നിങ്ങളോട് കൽപ്പന ചെയ്യുകയാണ്.
ഇത് പറയാതെ ഖുത്ബ അവസാനിക്കില്ല. എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബ അവസാനിക്കും ഒരു നീതി തുലാസിന്റെ മുകളിലാണ് നിങ്ങളുടെ നിലനിൽപ്പെന്ന് പറഞ്ഞു കൊടുക്കാറ് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചപ്പോൾ അവരുടെ കയ്യിൽ വേദഗ്രന്ഥങ്ങൾ മാത്രമായിരുന്നില്ല. വഅൻസൽനാ മഅകുമുൽ കിതാബ വൽ മീസാൻ